ഇന്ന് നമുക്ക് എളുപ്പത്തിൽ ഒരു ആപ്പിൾ മിൽക്ക് ഷേക്ക് തയ്യാറാക്കാം. ഇതിലേക്ക് പഞ്ചസാരയോ തേനോ ഒന്നും ചേർക്കാതെ വളരെ ഹെൽത്തി ആയിട്ടുള്ള രീതിയിലാണ് നമ്മൾ ഈ ഒരു മിൽക്ക് ഷേക്ക് തയ്യാറാക്കി എടുക്കുന്നത്. അപ്പോൾ അതിനായിട്ട് 2 മീഡിയം സൈസ് ആപ്പിൾ എടുത്തിട്ടുണ്ട്. എടുത്തിരിക്കുന്നത് റോയൽ ഗാല എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വെറൈറ്റിയാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെറൈറ്റി ആപ്പിൾ എടുക്കാം. ഇനി നമുക്കിതൊന്ന് പീൽ ചെയ്ത് ചെറിയ പീസസ് ആയിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. ആപ്പിൾ ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് മധുരത്തിനായിട്ട് നമ്മൾ ഡേറ്റ്സ് ആണ് ചേർക്കുന്നത്. 10-12 എണ്ണം, അത് മധുരത്തിനനുസരിച്ച് ചേർക്കാം. അതുപോലെ കുറച്ച് ആൽമണ്ട്സും എടുത്തിട്ടുണ്ട്. മിൽക്ക് ഷേക്ക് തയ്യാറാക്കാം. അതിനായിട്ട് ഒരു ബ്ലെൻഡറിന്റെ ജാറിലേക്ക് നമുക്ക് പീൽ ചെയ്ത് കട്ട് ചെയ്തിട്ടുള്ള ആപ്പിൾ ചേർക്കാം. ഇനി ഇതിലേക്ക് മധുരത്തിനായിട്ട് കുറച്ച് ഡേറ്റ്സ് ആണ് എടുത്തിട്ടുള്ളത്. 10-12 എണ്ണം എടുക്കാം. ഇതിപ്പോൾ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് ചേർത്ത് കഴിഞ്ഞാൽ ശരിക്കും നന്നായിട്ട് അരഞ്ഞു കിട്ടില്ല. അതുകൊണ്ട് ഒരു 2 മണിക്കൂർ അരക്കപ്പ് വെള്ളത്തിൽ ഇതുപോലെ സോക്ക് ചെയ്തെടുക്കാം. അപ്പോൾ പെട്ടെന്ന് നമുക്ക് അരഞ്ഞു കിട്ടും. അതുകൂടി ചേർക്കാം. 10-12 ആൽമണ്ട്സ് കൂടി ചേർക്കാം. കുതിർത്ത് പീൽ ചെയ്തെടുത്തിട്ടുള്ളതാണ്. മിൽക്ക് ഷേക്കിന് നല്ലൊരു ഫ്ലേവർ കിട്ടുന്നതിനായിട്ട് ഇതിലേക്ക് ഞാനൊരു 1/2 ടീസ്പൂണോളം കറുവാപ്പട്ട പൊടിച്ചത് ചേർക്കുന്നുണ്ട്. കറുവാപ്പട്ട പൊടിച്ചതോ അല്ലെങ്കിൽ ഏലക്ക പൊടിയോ ചേർക്കാം. അപ്പോൾ മിൽക്ക് ഷേക്കിന് നല്ലൊരു ഫ്ലേവർ കിട്ടും. ഇനി ഇതിലേക്ക് കുറച്ച് പാല് ചേർത്ത് നമുക്കിതൊന്ന് അരച്ചെടുക്കാം. അതിനുശേഷം ബാക്കിയുള്ള പാല് ചേർക്കാം. ഇതിപ്പോൾ തിളപ്പിക്കാത്ത പാലോ അല്ലെങ്കിൽ തിളപ്പിച്ച പാലായിരുന്നാലും കുഴപ്പമില്ല. നന്നായിട്ട് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച പാലായിരിക്കണം. ഇനി നമുക്കിതൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. ഇപ്പോൾ ആപ്പിൾ മിൽക്ക് ഷേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് സെർവിംഗ് ഗ്ലാസ്സിലേക്ക് പകർത്താം. സെർവിംഗ് ഗ്ലാസ്സിലേക്ക് ഐസ് ക്യൂബ് ചേർക്കാം. മിൽക്ക് ഷേക്ക് പകർത്താം. ഇനി ഇതിന് മുകളിലേക്ക് നമുക്ക് ചോപ്പ് ചെയ്തിട്ടുള്ള ആൽമണ്ട്സും അതുപോലെ ഡേറ്റ്സും വെച്ച് ഗാർണിഷ് ചെയ്യാം. അങ്ങനെ ഹെൽത്തി ആയിട്ടുള്ള ആപ്പിൾ ഡേറ്റ്സ് മിൽക്ക് ഷേക്ക് ഇവിടെ റെഡിയായി. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കാനും നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കരുത്. അപ്പോൾ നമുക്ക് പുതിയ റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.